തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. എൻ കെ പ്രേമചന്ദ്രൻ എം പി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെയും ഒക്കെ വിവിധ പാർട്ടികളെ പ്രതികരിച്ചുള്ള ജനപ്രതിനിധികളായിരിക്കാം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ചിഹ്നത്തിലും സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിച്ചിട്ടുള്ളവരുണ്ടാകാം. പക്ഷേ മത്സരിച്ച് ജയിച്ച് ഭരണസമിതിയിലേക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ മുഴുവൻ ഭരണസമിതി അംഗങ്ങളാണ്. ട്രഷറി കൈകാര്യം ചെയ്യുന്നവരാണ്, ഖജനാവ് കൈകാര്യം ചെയ്യുന്നവരാണ്. ഖജനാവ് കൈകാര്യം ചെയ്യുന്നവരെയാണ് ഭരണസമിതി അംഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഭരണ പ്രതിപക്ഷം പഞ്ചായത്തിനകത്തില്ല. പക്ഷേ നടപ്പ് അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ എന്റെ വിനയപൂർവമായിട്ടുള്ള അഭിപ്രായം ആ ഒരു സംസ്കാരത്തിലേക്ക് നാം മാറണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആവിഷ്കരിക്കുന്ന പദ്ധതികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിന്റെ സമഗ്ര വികസനവും ജനങ്ങളുടെ ക്ഷേമവും എങ്ങനെ മെച്ചപ്പെട്ടതാക്കി മാറ്റി തീർക്കാമെന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ചുമതല. ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതിയല്ല. നാടിന്റെ വിദ്യാഭ്യാസ നയം എന്തായിരിക്കണം, വ്യാവസായിക നയം എന്തായിരിക്കണം, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയല്ല സത്യം. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന ഇടപെടൽ ഗ്രാമപഞ്ചായത്തിന്റെ MP പറഞ്ഞത് വ്യവസായികൾ പുതിയ ഉദാഹരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ചില വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടെ തേവലക്കരയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് യൂണിറ്റ് തുടങ്ങുമ്പോൾ ഇവിടെ വൈദ്യുതിയുടെ ക്ഷാമമുണ്ട്. വൈദ്യുതി പുതിയ കണക്ഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കുവാൻ 2027 നമുക്ക് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സ്ഥലം ഏറ്റെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 6 മാസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സിവിൽ സ്ട്രക്ചറുകളും അതിന്റെ സോയിൽ ടെസ്റ്റും എല്ലാം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. അതോടുകൂടി തന്നെ ഈ കറണ്ടിന്റെ ഷോർട്ടേജ്, ഇപ്പം ഒരു ചപ്പാത്തി യൂണിറ്റ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ വീട്ടിൽ തന്നെ തുറക്കാൻ പറ്റുന്ന യൂണിറ്റ് നടക്കുന്നുണ്ട്. കറണ്ടിന്റെ അലോക്കേഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് തേവലക്കരയെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രതിസന്ധി. അപ്പൊ ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റുകൾ, അതുപോലെ കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായിട്ടുള്ള അത്യാവശ്യം കൃഷി നടക്കുന്ന ഒരു പഞ്ചായത്ത് തേവലക്കര മാത്രമേ ഉള്ളൂ. നമ്മുടെ കൈപ്പുഴ പാടശേഖരത്തിൽ ഒരു 60 ഹെക്ടറിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് കൃഷി നടക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ 120ഓളം ഹെക്ടറുകളിലേക്ക് അത് വ്യാപിക്കാൻ പറ്റും. അതിന് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം. പഞ്ചായത്തിൽ നിന്നുള്ള പരമാവധി പ്രോത്സാഹനം വികസനത്തിനാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ S അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷേർലി ജേക്കബ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ് പദ്ധതി രേഖാപ്രകാശനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിസ്മി അനസ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷഹുബാനത്ത്, പാലക്കൽ ഗോപൻ, ബുഷ്ര S, അപർണ ജയകുമാർ, ജോയ്മോൻ അരുനെല്ലൂർ, അഡ്വക്കേറ്റ് റിയാസ് ഖാൻ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, CDS ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.